വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളൊന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു ഹെയറിൽ എങ്ങനെയാണ് മാസ്ക് അപ്ലൈ ചെയ്യണമെന്നാണ് നോക്കാൻ പോകുന്നത്. ഹെയർ മാസ്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ ഹെയർ സ്മൂത്തനിങ് എങ്ങനെയാണ് നമ്മൾ ഈ മാസ്ക് വെച്ചിട്ട് ചെയ്യുന്നത്, അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് എങ്ങനെ കുറയ്ക്കാൻ കഴിയും, ഡ്രൈനെസ് എങ്ങനെ കുറയ്ക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഈ മാസ്കിലൂടെ നോക്കുന്നത്. അപ്പം ഈ മാസ്ക് നമ്മൾ മന്ത്ലി 2 തവണയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് നന്നായി കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മാസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അങ്ങനെ മാസ്ക് ചെയ്യുന്ന ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ മാസ്കിന് വേണ്ട ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ തൈരാണ്. എൻ്റെ കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ തൈര് ആവശ്യമുണ്ട്. 4 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുട്ടയുടെ വൈറ്റാണ്. ഇപ്പോൾ 2 മുട്ടയുടെ വൈറ്റാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിന് 2 മുട്ടയുടെ വൈറ്റ് വേണം. അപ്പോൾ നിങ്ങളുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഗ് വൈറ്റ് എടുക്കാം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, അതുപോലെ നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിൽ മുട്ടയുടെ യെല്ലോ കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കുറച്ച് തിന്നായിട്ട് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിലോട്ട് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ആവണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പീസ് നാരങ്ങയാണ്. ഒരു പീസ് നാരങ്ങ എടുക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഹെയറിന് നല്ല സ്മൂത്തനിങ് കിട്ടാനും അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനൊക്കെ ഈ മാസ്ക് നല്ലതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മന്ത്ലി ട്വൈസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ സ്പ്ലിറ്റ് എൻഡ്സ് നന്നായി കുറയും. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് 2 മുട്ടയുടെ വൈറ്റ്, പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്, ഒരു കഷ്ണം നാരങ്ങയാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കുറച്ച് ഡ്രൈ ആയ ഹെയറാണ്. അപ്പോൾ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ടാണ് ഞാൻ കൂടുതലും ഈ മാസ്ക് യൂസ് ചെയ്യാറ്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് ഒരു ഹെയറിൽ മാസ്ക് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് എൻഡ്സ് കൂടുതലുള്ള സ്ഥലത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യാം. മാക്സിമം ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ മാക്സിമം എനിക്ക് ഇവിടെ സമയം കുറവ് മൂലം ഞാനിവിടെ 15 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ. സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യും. monthly 2 തവണ ഇത് യൂസ് ചെയ്യാറുണ്ട്.
പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് ടൈമില്ലാത്തതുകൊണ്ട് മന്ത്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എല്ലാവരും മാക്സിമം 2 തവണയെങ്കിലും മന്ത്ലി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഷാമ്പൂ വാഷാണ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഹെയർ വാഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം വെറ്റായ ഹെയർ ആയതുകൊണ്ട് ഡിഫറൻസ് അറിയാൻ കഴിയില്ല. കുറച്ച് ഡ്രൈ ആയതിനു ശേഷം നമ്മൾക്ക് ചേഞ്ചസ് അറിയാനായിട്ട് പറ്റും. സ്പ്ലിറ്റൻസും അതുപോലെ ഡ്രൈനെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫും കുറയും. മന്ത്ലി 2 തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.